സാധിക്കില്ല. എല്ലാവിധ ആശംസകളും ഈ പുതിയ അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് നേരുന്നു. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ആത്മബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുവാനുള്ള സമയവും തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ജനറൽ ബോഡി യോഗവും അനുമോദന പരിപാടിയും ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Come to a proud and special moment of today's program, the felicitation of our SSLC toppers, who have brought great honor to our school through their hard work and academic excellence. Last year, a total of 12 students appeared for the SSLC examination from our school. Among them, 3 students achieved outstanding results. We are especially proud to share that Catherine Maria Biju secured about 90% marks, which is truly commendable. In addition, 3 students earned distinction. We are indeed proud of their achievement, and today we take this opportunity to recognize and celebrate their success. May I now invite these meritorious students to come forward as we honor them. I also request Honorable Panchayat President Mr. Alex Sir to kindly do the honors and present them with token of appreciation. First and right, Catherine Maria Biju. She has secured about 90% marks in SSLC. About 95%. Congrats, Catherine. Then now I invite Angel P. Baju. Congrats, Angel. Now I invite Gia Maria Jobit. Congratulations, Gia. Thank you, sir. I now invite Catherine Maria Biju to പ്രിൻസിപ്പൽ ഹെലൻ സിസ്റ്റർ, വൈസ് പ്രിൻസിപ്പൽ ജിസി ടീച്ചർ, എൻ്റെ അധ്യാപകരെ, മാതാപിതാക്കളെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സെൻറ് മേരീസ് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയായിട്ടാണ്. 12 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ പടിയിറങ്ങുകയാണ്. ഞങ്ങൾ 12 പേരിൽ 10 പേരും ഇവിടെ 12 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയിട്ടാണ് ഇന്ന് പടിയിറങ്ങുന്നത്. ഞങ്ങളെല്ലാവരും വാങ്ങിയ റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് ഉണ്ടായതല്ല, ഞങ്ങളുടെ പാരൻസിൻ്റെയും ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ കഴിഞ്ഞു. അവരുടെ വിശ്വാസം ഞങ്ങൾ തെറ്റിച്ചില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് ഹെലൻ സിസ്റ്റർ ഈ ഒരു കൊല്ലക്കാലം മുഴുവൻ ഞങ്ങളെക്കാളും മെച്ചം സിസ്റ്റർ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവസാനമായിട്ട് ഞങ്ങൾ 12 പേരും കുഴപ്പമില്ലാത്ത റിസൾട്ട് എനിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലായിരുന്നു. ആദ്യം ഫെയർവെൽ വന്നു, എക്സാമായി, അവസാനത്തെ എക്സാമായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ 18-ാം തീയതി പുതിയ സ്കൂളിലേക്ക് കയറി അവിടെ നമ്മൾ എത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സെൻറ് മേരീസ് പോലെയല്ല അവിടെ എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ സെൻറ് മേരീസ് ഫാമിലിയിൽ നിന്ന് നമുക്ക് പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വേറൊരു സ്കൂളിൽ ചെന്ന് അവിടെയുള്ള ടീച്ചേഴ്സ് അവിടുത്തെ രീതിയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സെൻറ് മേരീസ് ആയിരുന്നു നല്ലത്. ഇവിടെ ഒരു 12 കൊല്ലം ഒരു ഫാമിലിയിൽ നിന്ന് പഠിച്ച് ഇവിടെ നമ്മൾ 12 കൊല്ലം ഇവിടെയായിരുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് ഒരു മാറി വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അവിടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ടീച്ചർമാരൊന്നും ഇവിടുന്ന് ഞങ്ങളോട് പ്രിൻസിപ്പലും ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പുതിയൊരു സ്കൂളിലോട്ട് ഇല്ലെങ്കിൽ അവിടെ ആദ്യം പറ്റില്ലായിരുന്നൊക്കെ. അപ്പം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അവിടെ എത്തി അവിടുത്തെ രീതികളുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സെൻറ് മേരീസ് മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 12 പേരും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അവരുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ്. നന്ദിയിൽ ഒതുങ്ങുന്നതല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഞങ്ങളെ ഇത്രയും കൊല്ലം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ഹെലൻ സിസ്റ്ററിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ 12 കൊല്ലക്കാർ ഞങ്ങളിവിടെ 12 കൊല്ലം പഠിച്ചപ്പോൾ തൊട്ടുള്ള ടീച്ചേഴ്സ് തന്നെ ഉണ്ട് ഇവിടെ. അവർക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.
Thank you, Caroline. Now we come to a truly proud and inspiring moment for our school community. It is not only our students who bring us honor, but also parents among us. We are deeply honored to have among Mr. Sindor Sebastian and Mr. Lishu Agustin, who have represented India in World Masters Handball Games 2025 conducted in New Taipei and have won the bronze medal. May I now request these proud achievers to kindly come forward and accept our heartfelt recognition and appreciation. I also request Sister Helen to kindly do the honors. So please. Congratulations. Congratulations, dear parents. Now I take this opportunity to invite Mr. Sandor Sebastian to share a few words with us. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വിദ്യാഭ്യാസ ജിതിൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, സ്കൂൾ പ്രിൻസിപ്പാൾ കരൺ സിസ്റ്റർ, ജിസി ടീച്ചർ, പ്രിയ ടീച്ചേഴ്സ്, പ്രിയ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾ, പ്രിയ വിദ്യാർത്ഥി, ഇതുപോലെയുള്ള ഒരു ആദരവ് നൽകി ഞങ്ങളെ ഓർത്തതിന് ആദ്യമേ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 94-95 കാലഘട്ടം മുതൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഹാൻഡ്ബോൾ കളിക്കുന്നതാണ് കോടഞ്ചേരി ഗ്രൗണ്ടിൽ. ഈ പ്രായത്തിലും അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുടർന്നുകൊണ്ടിരുന്നു. ഈ മാസ്റ്റേഴ്സ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു അവസരം വന്നപ്പോൾ അത് സാധാരണ ഒളിമ്പിക്സ് നടക്കുന്നത് പോലെ 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കാറ്. ഈ വർഷത്തേത് ചൈനീസ് തായ്പേയിൽ നടന്നു. വരുന്ന 4 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിവിധ ഇവന്റുകളിലായി ഈ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 120 പേരാണ്. അതിൽ ഹാൻഡ്ബോളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, കേരളത്തെ പ്രതിനിധീകരിച്ച് കോടഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ 4 പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഈ 4 പേര് പങ്കെടുത്തത് ടോട്ടൽ ഹാൻഡ്ബോൾ 5 കാറ്റഗറിയിലായിട്ടായിരുന്നു മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. 35+ കാറ്റഗറി, 45+ കാറ്റഗറി, 50+, വുമൻസിൽ 33, 44 അങ്ങനെ 5 കാറ്റഗറിയിലായിട്ടായിരുന്നു. അതിൽ 35+ കാറ്റഗറിയിലായിരുന്നു ഞാൻ ഷോയും പങ്കെടുത്തത്. ആ കാറ്റഗറിക്ക് വെങ്കല മെഡൽ നേടാൻ സാധിച്ചു. അതേപോലെ 45+ കാറ്റഗറി നമ്മുടെ നാട്ടുകാരനായ മെൽബി മാത്യു എന്ന് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനും വെങ്കല മെഡൽ നേടാനായിട്ട് സാധിച്ചു. 50+ കാറ്റഗറിയിൽ കോടഞ്ചേരിക്കാരനായ ഒരാളുണ്ടായിരുന്നു, റോബർട്ട് അറക്കൽ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ആ കാറ്റഗറിയുടെ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് കോടഞ്ചേരിയിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, ഹാൻഡ്ബോളിനെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്തത്. നമ്മൾ ടിവികളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഒളിമ്പിക്സ് എങ്ങനെയാണോ ടി വിയിൽ നമ്മൾ കാണുന്നത് അതുപോലത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. 10,000 കണക്കിന് ഓഡിയൻസ് ഇരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ മാർച്ച് പാസ്റ്റോട് കൂടി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. 66 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, 10,000 കണക്കിന് അംഗങ്ങളായിരുന്നു ഈ ഇവന്റിൽ മത്സരിച്ചത്. അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇങ്ങനെയൊരു മെഡൽ നേടാൻ, ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യം. അതിലൊരു മെഡലും കൂടെ നേടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രൗഡ് മൊമെന്റുകളിൽ ഒന്നായിട്ട് അത് ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇതുപോലെയുള്ള ആദരവുകൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. അതിനേക്കാൾ ഉപരി ഈ സ്കൂളിൽ നിന്ന് ഞങ്ങളെ ഈ ഇതുപോലെയുള്ള ഒരു അവസരത്തിൽ ഞങ്ങളെ
ആദരിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you, sir, for your valuable sharing. I request Mrs. Sobi JP, staff representative, for felicitation. ഇന്നത്തെ ഈ PTA ജനറൽ ബോഡി അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് മിസ്റ്റർ ബിബിൻ തോമസ്, ഈ ഒരു യോഗത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ അലക്സ് ചെമ്പകശ്ശേരി സർ, ഇന്ന് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിഭകളെ, ഞങ്ങളുടെ പ്രിയങ്കരിയായ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലൻ, വൈസ് പ്രിൻസിപ്പൽ മിസ്സിസ് ജിസി, പ്രിയ മാതാപിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, ഒന്നും ചേർന്നാൽ ഇമ്മിടി വലിയ ഒന്ന്, എല്ലാവരും ഭൂമിയുടെ അവകാശികൾ എന്ന് പ്രഖ്യാപിച്ച മഹാനായ ഒരു എഴുത്തുകാരന്റെ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം ആചരിക്കുന്ന ഒരു ദിനമാണിന്ന്. ഒരു സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവരെയും ഒരേപോലെ കാണാൻ, പരസ്പരം സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒരു ആദ്യത്തെ പടിയാണ് നമ്മുടെ സ്കൂളും നമ്മുടെ കുടുംബവും ഒക്കെ. ഒരു വ്യക്തിയുടെ ഭാവി ജീവിതം മാനുഷിക മൂല്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നേറാൻ അവനെ പ്രാപ്തനാക്കുന്നതിൽ വിദ്യാലയം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഈ വിദ്യാലയത്തിന് ശക്തി പകരുന്നവരാണ് രക്ഷിതാക്കൾ. നിങ്ങളുടെ ഓരോ നല്ല വാക്കുകളുമാണ് ഞങ്ങൾ അധ്യാപകർ ഊർജമായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മനോഹര സുദിനത്തിൽ ആ ഒരു കഥാകാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ നടന്ന ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ കോടഞ്ചേരി എന്ന മലയോര പ്രദേശത്തിന്റെ പേര് ഭാരതത്തിലൊട്ടാകെ, ലോകത്തിലൊട്ടാകെ എത്തിച്ചവരാണ് ഞങ്ങളുടെ പ്രിയങ്ങൾ. നമ്മുടെ തന്നെ കുടുംബത്തിലെ 2 അംഗങ്ങളായ സന്തോഷ് സെബാസ്റ്റ്യൻ ചേട്ടനും അതേപോലെ തന്നെ ലിഷോയും. അപ്പോൾ 2 പേരും ഞങ്ങളുടെ പാരൻസ് ആയതിൽ ഞങ്ങൾക്ക് അതിലേറെ അഭിമാനം. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് അവരുടെ ഇനമായ ഹാൻഡ്ബോളിൽ അവർക്ക് ഇനിയും കൂടുതൽ മികവുകൾ നേടാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ കാതറിൻ, ഏഞ്ചൽ പി ബൈജു, ജിയ, മരിയ ജോബി, അപ്പോൾ അവർ ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഇനി അവർ പോയ സ്കൂളുകളിൽ ഈ സെന്റ് മേരീസിന്റെ ഖ്യാതി അവരിലൂടെ അറിയപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാതറിൻ പറഞ്ഞത് എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. കാരണം ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ സ്കൂളിന്റെ നഷ്ടങ്ങൾ മനസ്സിലാവുന്നത്. ഞങ്ങൾ എപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ്, മക്കളെ, ഞങ്ങളിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കും, ഇവിടെ അവിടെ എത്തുമ്പോൾ വലിയൊരു ലോകമാണ്, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഞങ്ങളെ മിസ് ചെയ്യും. അന്ന് അവരത് ചിരിച്ചു തള്ളി അല്ലെ കാതറിനെ. ഇപ്പോൾ അവർക്കത് ബോധ്യമായി. ഇപ്പോൾ എല്ലാ മക്കളെയും സ്വന്തം മക്കളായി കരുതുന്നവരാണ് ഇവിടുത്തെ എല്ലാ അധ്യാപകരും. അതുപോലെ തന്നെ അതിനുവേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ആളാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലൻ. അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും വിജയികൾക്ക് ഭാവിയിലും അവരിനി കൂടുതൽ വിജയം നേടാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം സർവേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ധന്യമായ ചടങ്ങും കൂടുതൽ പ്രവർത്തന മികവോടുകൂടി മുന്നോട്ട് പോകാൻ ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന PTA കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. Thank you, Miss. To deliver the vote of thanks, I now invite our respected Vice Principal, Mrs. Giuseppe Joseph. Honorable dignitaries on the dais, respected parents and your teachers. The official inaugural session of PTA General Body of St. Mary's English Medium School, Kodancherry, for the academic year 2025-26 is being wound up. And now it's a time to acknowledge each and every one of you present here. First of all,
I express our heartfelt gratefulness to Mr. Alex Thomas Chevacheri, the Honorable President of Kodancheri Grama Panchayat, who inaugurated this session and blessed us with his encouraging words. Thank you, dear sir. Mr. Bibin Thomas, our dear PTA President, who has always been with us for his support.